മന്ത്രിമാരെ പലപ്പോഴും ഫിസിക്കലായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം MVRനെതിരെ അത് കൂത്തുപറമ്പിൽ അങ്ങനെ ഒരു ശ്രമം നടന്നപ്പോഴാണ് ഇപ്പോഴത്തെ DGP രവതാ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അവിടെ വെടിവെപ്പ് ഉണ്ടായത്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിഷ്വലുകളിലൊന്നും ഏതെങ്കിലും KSUക്കാർ അവരുടെ അടുത്ത് ചെല്ലുകയോ കൈപിടിച്ച് തിരിക്കുകയോ കഴുത്ത് പിടിച്ച് ഞെക്കുകയും ചെയ്തതിൻ്റെ യാതൊന്നും കാണാനില്ല. തെളിവുകളൊന്നും ഇപ്പോൾ ഇല്ല. KSU ഇതുപോലുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയാണോ ഇത്തരം സമരങ്ങൾ നടത്തേണ്ടതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന UDF കാണിക്കേണ്ട, UDFൻ്റെ ഘടകകക്ഷികൾ കാണിക്കേണ്ട മിനിമം ഉത്തരവാദിത്വമുണ്ട്. അത് ജനങ്ങളോട് കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. CPMന് എന്തെങ്കിലും ഒന്ന് വീട് കിട്ടിയാൽ അവർക്ക് നല്ലൊരു ക്യാമ്പയിൻ രീതിയുണ്ട്. അവർക്ക് ക്യാമ്പയിൻ മെറ്റീരിയലാണ്. അവർക്ക് അത് വളരെ ഫലപ്രദമായി പ്രചരിപ്പിക്കാൻ പറ്റും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കഴിഞ്ഞ ദിവസം KSUക്കാർ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസ് ഉയർന്നു വന്നിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? വീണ ജോർജ് ഒരു ഉദ്ഘാടനവും കഴിഞ്ഞ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്താണ് KSU പ്രവർത്തകർ വരികയും ഒരു പ്രകടനമായിട്ടാണ് അവർ വന്നതെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ചാടി വീണു. അത് ദൃശ്യങ്ങൾ അതിനെ കാണുന്നുണ്ട്. എന്തായാലും മന്ത്രിക്ക് അതിൽ പരിക്കേറ്റു എന്നുള്ള ഒരു ആരോപണവും വധിക്കാൻ ശ്രമിച്ചുള്ള ആരോപണമൊക്കെ പിന്നീട് CPM നേതാക്കന്മാരും അതുപോലെ തന്നെ ഭരണകൂടം പറയുന്നതായിട്ടാണ് കാണുന്നത്. പോലീസിൻ്റെ FIR ഒക്കെ അതിനെ കാണുന്നുണ്ട്. പലതരത്തിലുള്ള ആഖ്യാനങ്ങൾ ഇപ്പോൾ വരുന്നത്, ട്രോളുകൾ നിറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണെന്ന് പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് ആദ്യമായിട്ടുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നത്? മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്താന്നുള്ളത് കേരളത്തിലൊരു സാധാരണ രീതിയാണ്. കരിങ്കൊടി പ്രകടനം മാത്രമല്ല, സത്യത്തിൽ കേരളത്തിൽ മന്ത്രിമാരെ തെരുവിൽ തടയുക എന്നുള്ളൊരു വളരെ എക്സ്ട്രീമായ ഒരു സമരം DYFI നടത്തിയിരുന്നു. CPMനകത്ത് വലിയ ധ്രുവീകരണം ഉണ്ടായിരുന്നു. MVR ഒക്കെ പാർട്ടിയിൽ നിന്ന് പോയതിന് ശേഷം CPMനെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു സമരമായിരുന്നു മന്ത്രിമാരെ തെരുവിൽ തടയുക. പല സ്ഥലത്തും വെടിവെപ്പുണ്ടായി, രക്തസാക്ഷികളുണ്ടായി, ഒരുപാട് ചെറുപ്പക്കാർക്ക് ലാത്തി ചാർജ് ഏറ്റു, കേസുകൾ വന്നു. അത്രത്തോളം പോയൊരു സംഘടനയാണ് ഈ DYFI എന്ന് പറയുന്നത്. CPM എന്ന് നയിച്ചിരുന്ന CPM ഒക്കെ മന്ത്രിമാരെ പലപ്പോഴും ഫിസിക്കലായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം MVRനെതിരെ അത് കൂത്തുപറമ്പിൽ അങ്ങനെ ഒരു ശ്രമം നടന്നപ്പോഴാണ് ഇപ്പോഴത്തെ DGP രവതാ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അവിടെ വെടിവെപ്പ് ഉണ്ടായത്. 5 പേര് പോയി, ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നു. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വീണ ജോർജ് പ്രതിനിധീകരിക്കുന്ന ആറന്മുള മണ്ഡലത്തിലാണ് MVR പരാജയപ്പെട്ടത്. കടമ്പനിട്ടോട് തോറ്റു. ഈ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ പേരിലാണ്. വേറൊരു ഘട്ടത്തിൽ ഇന്ന് CPMൻ്റെ ഒപ്പം നിൽക്കുന്ന KV തോമസ് മന്ത്രിയായിരിക്കുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് SFIയുടെ പെൺകുട്ടികൾ അയാളുടെ മേൽ കരിയോയിൽ ഒഴിച്ച സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാര്യം? അദ്ദേഹം കണ്ണൂർക്ക് പോവാണ്. അന്ന് എന്തോ ഒരു പ്രശ്നം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ ഉണ്ട്. അങ്ങനെ മന്ത്രി കണ്ണൂരേക്ക് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കോൺഗ്രസ്സുകാരനായ ഒരു ഹോട്ടലുടമ ഒരു ഹോട്ടൽ നടത്തിയിരുന്നു അവിടെ റെയിൽവേ സ്റ്റേഷനകത്ത്. അയാളുടെ അവിടെ ഹോട്ടലിൽ കയറി പുതിയ ഡ്രസ്സ് വാങ്ങി കൊണ്ടുവന്ന് ധരിച്ചതിന് ശേഷം വേറൊരു വണ്ടിക്കാണ് പോയത്. അന്ന് കരിയായാലും ഒഴിച്ച പെൺകുട്ടികളൊക്കെ ഇപ്പോൾ കോഴിക്കോട്ട് CPMൻ്റെ വലിയ നേതൃനിരയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, ആളുകളൊക്കെ അറിയാം. പക്ഷേ KV തോമസ് ഇപ്പോൾ CPMൻ്റെ കൂടെയാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം, മന്ത്രിയെ ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സെൻസേഷനായ സംഭവമാണ്. പക്ഷേ വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം, MV ജയരാജൻ ഒരു വിഷ്വൽ കാണിച്ചിട്ട് ഒരു കറുത്ത ഷർട്ട് ധരിച്ചയാൾ മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ അത് മന്ത്രിയുടെ ഗൺമാനാണ്. മന്ത്രിയുടെ തന്നെ ഗൺമാനാണ്. മന്ത്രിയെ ചുറ്റും വളഞ്ഞു നിന്നിട്ട് പോലീസുകാർ അവരെ മുന്നോട്ട് വിടാതെ വളഞ്ഞ് പൂട്ടിയിടുന്നുണ്ട്. അതിലൊരു വനിതാ പോലീസുണ്ട്. അവരുടെ കൈ മന്ത്രിയുടെ കഴുത്തിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ബലം പ്രയോഗിച്ച് മന്ത്രിയെ പിടിച്ചു വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴുത്തിന് ക്ഷതം വരാം. നിർഭാഗ്യവശാൽ മന്ത്രിയുടെ നിർഭാഗ്യത്തിന് KSU പ്രവർത്തകരാരും മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ ഒരു വിഷ്വലും CCTVകളിലൊന്നും കാണാനില്ല. അത്രയേറെ പോലീസുണ്ട്. ആ പോലീസ് വലയം ഭേദിച്ചിട്ട് KSUക്കാർക്ക് അവിടെ എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീണ ജോർജ് അതിനുശേഷം വളരെ ആരോഗ്യവതിയായി 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി വന്ദേ ഭാരത് കയറാൻ വേണ്ടി കാത്തു നിന്നു. അവിടെ സ്പീക്കർ ഷംസീർ ഉണ്ടായിരുന്നു. ഷംസീറിനെ കണ്ടതിന് ശേഷമാണ് അവർക്ക് കഴുത്തുവേദന തുടങ്ങിയത്. എന്തായാലും സംശയമായ ഒരു കാര്യമാണ്. അപ്പോഴേക്കും അവർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. തീർച്ചയായിട്ടും അതിനിടയിൽ വന്ന ഒരു പുതിയ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കഴുത്ത് പിടിച്ച് തിരിച്ചു എന്നൊക്കെ MV ഗോവിന്ദമാഷ് പറയുന്ന സംഭവത്തിലേക്ക് പോകുന്നത്. സത്യത്തിൽ നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിഷ്വലുകളിലൊന്നും ഏതെങ്കിലും KSUക്കാർ അവരുടെ അടുത്ത് ചെല്ലുകയോ കൈപിടിച്ച് തിരിക്കുകയോ കഴുത്ത് പിടിച്ച് ഞെക്കുകയും ചെയ്തതിൻ്റെ യാതൊന്നും കാണാനില്ല. തെളിവുകളൊന്നും ഇപ്പോൾ ഇല്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അതിന് ശേഷം ഉണ്ടായത്
കേരളത്തിൽ വലിയ തോതിൽ പല പ്രദേശങ്ങളിലും അക്രമങ്ങൾ, ആഭാസകരായ മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രകടനങ്ങൾ, ഒരു വയലൻസിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിമിതി ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ഏത് കാര്യത്തോടും പ്രതികരിക്കുന്നത് വളരെ വയലൻ്റായിട്ട് ആക്കുക എന്നുള്ളത്, അത് മറ്റു പ്രശ്നങ്ങളൊക്കെ മറയ്ക്കാനത് പറ്റും. പെട്ടെന്ന് വാർത്താ പ്രാധാന്യം കിട്ടും. ആളുകൾ അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മറക്കും. ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൻ്റെ, ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതിൻ്റെ പേരിൽ ആരംഭിച്ച ഒരു പ്രൊട്ടസ്റ്റാണ്. ഇപ്പോൾ അവരുടെ വയറിൽ കത്രിക കുടുങ്ങിയ പ്രശ്നമില്ല, പകരം വേറെ അവർ പോയി, അവർ ചെറുത്തൊന്നും പോയി. ഇപ്പോൾ ഉള്ളത് വീണ ജോർജിനെ ആക്രമിച്ചു എന്നുള്ളതാണ്, മന്ത്രി ആക്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അത് ഡൈവേർട്ട് ചെയ്യപ്പെടും. ഇനി അതിൻ്റെ പുറകെ വേറെ തരത്തിൽ മാധ്യമങ്ങൾ പോകും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകും. സതീശൻ്റെ പുതിയ യാത്രയുടെ പോസ്റ്ററുകളും ബോർഡുകളൊക്കെ ആക്രമിക്കപ്പെടുന്നു. എല്ലായിടത്തും വളരെ പെട്ടെന്ന് വയലൻസിൻ്റേതായ അക്രമത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയ രംഗത്ത് വളരെ കാലം പ്രവർത്തിച്ച് വന്ന മുതിർന്ന നേതാക്കളാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഈ സംഭവത്തെ എത്തിക്കില്ല. ഒരു ക്ഷമയോടുകൂടി ആളുകൾ കരിക്കോടി പ്രകടനം നടത്തുന്നു, എല്ലാവരും നടത്തുന്നു, അവരതിനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുക, അവഗണിക്കുകയാണ് ചെയ്യുക. അല്ലാതെ വരുന്നതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. കാരണം മുമ്പ് ഞാൻ ഓർക്കുന്നത്, നാദാപുരത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു ജാഥ നടക്കുകയാണ്. അപ്പോൾ നാദാപുരത്ത് ആ കാലത്ത് ഈ CPM-ഉം മുസ്ലിം ലീഗും തമ്മിൽ വലിയ സംഘർഷമാണ്. അത് രാഷ്ട്രീയമായ സംഘർഷമാണെന്ന് പുറമെ പറയാമെങ്കിൽ ഉള്ളിൽ വർഗീയമായ ഒരു ചേരുവുണ്ട്. അവിടുത്തെ ഈഴവരും മുസ്ലിങ്ങളും തമ്മിലൊരു വലിയ സംഘർഷം, എത്രയോ കാലത്തൊരു പല തലങ്ങളിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു സംഘർഷം നടക്കുമ്പോൾ അവിടെ കണാരനാണ് ഈ CPM-ൻ്റെ ഏറ്റവും വലിയ നേതാവും. ഈ സംഘർഷങ്ങളുടെയൊക്കെ ഒരു പക്ഷത്തെ കണാരനുണ്ടായിരുന്നു, കണാരൻ്റെ ആളുകളും കണാരനുമായിരുന്നു. അങ്ങനെ യൂത്ത് ലീഗിൻ്റെ ഒരു ജാഥ നടക്കുന്നതിനിടയ്ക്ക് കണാരൻ്റെ കാറ് ആ വഴി പോയി, ജാഥേൻ്റെ അടുത്തുകൂടി പോയി. യൂത്ത് ലീഗുകാർ കാറ് പിടിച്ചു വെച്ചു. സംഘർഷമായി. കണാരന് ചെറിയ പരിക്ക് പറ്റി, ചെവിയുടെ താഴെ ചെറിയൊരു മുറിവുണ്ടായി. അദ്ദേഹത്തെ ആശുപത്രിക്ക് കൊണ്ടുപോയി. അപ്പോഴേക്ക് ഈ CPM-കാർ എന്ത് വെച്ചാൽ കണാരനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് മൈക്ക് കെട്ടി, ജീപ്പിൽ മൈക്ക് കെട്ടി നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. കണാരൻ അത്യാസന്ന നിലയിലാണ്, ലീഗുകാർ ആക്രമിച്ചു. അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ, ആ കാലത്ത് നാദാപുരത്ത് ആദ്യം സംഘർഷം തുടങ്ങുക, ആളുകൾ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് എതിരാളികളുടെ തെങ്ങ് നശിപ്പിക്കുകയാണ്. തെങ്ങിൻ്റെ കൊല വെട്ടുകയാണ് ആദ്യം ചെയ്യുക, പിന്നെ ആളെ വെട്ടാൻ തുടങ്ങും. അങ്ങനെ കുറേ ദിവസങ്ങളോളം തുടർച്ചയായ സംഘർഷം, ഒരുപാട് മരണങ്ങളുണ്ടായി. അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പക്ഷത്തും ആളുകൾ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർക്ക് അംഗവൈകല്യം വന്നു, വീടുകൾ തകർക്കപ്പെട്ടു. സത്യത്തിൽ അതിന് ശേഷം CPM തന്നെ വിലയിരുത്തിയത് കണാരൻ അന്ന് കുറേ കൂടി പക്വത കാണിക്കേണ്ടിയിരുന്നു. ഈ ഇങ്ങനത്തെ ഒരു വിഷയത്തെ ആളുകളുടെ അണികളുടെ ഒരു വൈകാരികതയ്ക്ക് വിട്ടുകൊടുത്തിട്ട് അത് ഇങ്ങനെ വഷളാക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് ഇപ്പോൾ CPM ആ മേഖലയിലെങ്കിലും കുറേ കൂടി ശ്രദ്ധിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ വളരെ പെട്ടെന്നുള്ള എടുത്തിയാട്ടത്തിലേക്ക് അണികളെ വിടാതെ നിയന്ത്രിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളിലേക്ക് അണികളുടെ വൈകാരികത ഉപയോഗപ്പെടുത്തുന്ന രീതി ശരിയല്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയാൽ അത് ഗുണകരമാണെന്ന് കരുതുന്നതുകൊണ്ടാണ് CPM-ന് ഇങ്ങനൊരു പ്രചരണത്തിലേക്ക് പോകേണ്ടി വരുന്നത്. പക്ഷേ അത് വസ്തുതാപരമല്ല. അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, കണാരേട്ടൻ ആക്രമിക്കപ്പെടുന്ന അത് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, വിഷ്വൽ മീഡിയ പോലും ഇല്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓരോ വസ്തുതയും അപ്പോൾ തന്നെ ഫാക്ട് ചെക്ക് ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും വീണ ജോർജൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ല എന്നതിൻ്റെ തെളിവുകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ KSUവിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. KSU ഇതുപോലുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയാണോ ഇത്തരം സമരങ്ങൾ നടത്തേണ്ടതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. മന്ത്രിയെ തടയുക എന്നുള്ള പോലെ മാത്രമല്ലല്ലോ, അവർക്ക് എന്തോരം രീതികളൊക്കെ ഉപയോഗിക്കാം, പലതരത്തിലുള്ള രീതികൾ ഉപയോഗിച്ച് സമരം ചെയ്യാവുന്നതാണ്. അതൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് പോയി. അതിന് ഒരു ഭാഗത്ത് KSUകാർ ചെയ്തത്, മറുഭാഗത്ത് ഇവർ ഭയങ്കര ആ വിഷ്വലിലൊക്കെ നമ്മൾ കാണുന്നത് അവർ പെട്ടെന്ന് ഇറങ്ങിയിട്ട് എന്നെ വിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ ഡയലോഗുകൾ അടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും ഈ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ ചില സമരങ്ങൾ നടത്തുക, റിയൽ ഇഷ്യൂവിൽ നിന്ന് കാര്യങ്ങൾ മാറിപ്പോവുകയും മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക, ഒപ്പം മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പെട്ടെന്നുള്ളൊരു പ്രകോപനപരമായിട്ടുള്ള ഒരു രീതി, ഈ രണ്ടും പ്രശ്നകരമാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. തീർച്ചയായിട്ടും. കാരണം നിർണായകമായൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ൻ്റെ ഘടകകക്ഷികൾ കാണിക്കേണ്ട മിനിമം ഉത്തരവാദിത്വമുണ്ട്. അത് ജനങ്ങളോട് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്.
അതെ. അതൊരു മന്ത്രിക്കെതിരെ കരിക്കൊടി കാണിക്കലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കലോ അല്ല. അത് ജനങ്ങളെ എന്താണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ സമ്പദ്ഘടനയിൽ സംഭവിച്ചത്, സാമൂഹ്യ ജീവിതത്തിൽ സംഭവിച്ചത്, ഏത് നിലയ്ക്കുള്ള വർഗീയ ധ്രുവീകരണമാണ് കേരളത്തിലുണ്ടായത്, നമ്മുടെ കടം എത്രയാണ് തുടങ്ങിയ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ജനങ്ങളെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ ബഹുജന സംഘടനകൾ ചെയ്യേണ്ടത്. പക്ഷേ KSUക്കാരെ സംബന്ധിച്ചും യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചും വളരെ ഇമ്മച്ചുവറാണ് അവർ. അവർക്ക് ഇതിനെക്കുറിച്ച് ഗൗരവമായ യാതൊരു അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യുന്നതിൻ്റെ ഫലം എന്താണെന്ന് അവർ പരിശോധിക്കാറില്ല. അവർക്ക് പത്രങ്ങളിൽ പേര് വരണം, ക്യാമറയിൽ അവരുടെ മുഖം വരണം എന്നുള്ളതിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നണി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണ പോലും അവർക്കില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇന്നലെ കണ്ണൂരിൽ നടന്നത്. മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രി അത് സ്കോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഞാൻ മന്ത്രിയാണ്, മന്ത്രിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ഇതേ സഞ്ചാര സ്വാതന്ത്ര്യം എം വി രാഘവൻ ഉണ്ടായിരുന്നു. എം വി രാഘവൻ കൂത്തുപറമ്പിൽ അന്ന് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഉദ്ഘാടനത്തിന് പോവുകയാണ്. പോലീസ് ഫോഴ്സ് മുഴുവൻ പറയുന്നത് നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ്. പോകരുതെന്ന് പോലീസ് മേധാവികൾ പറഞ്ഞിട്ട് അങ്ങനെയല്ല ഞാൻ മന്ത്രിയാണ് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടാണ് എം വി രാഘവൻ പോകുന്നത്. ആ എം വി രാഘവൻ അന്ന് കാണിച്ച എടുത്തിയായിട്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഒരുപക്ഷെ എം വി ആറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ പിന്നീട് അവസാനിക്കുന്നത് മാറ്റിമറിച്ചു പോയി, തീർന്നു പോയി. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്തു, അവസാനിച്ചു. അതിന് പാർട്ടിയുടെ എല്ലാ അടിത്തട്ടിൽ വരെയുള്ള പാർട്ടി പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു, പാർട്ടി ഓഫീസുകൾ തകർക്കപ്പെട്ടു, വലിയ നഷ്ടമുണ്ടായി. മാത്രമല്ല ഒരു വയലൻസ് ഇത്രയും 5 പേരെ കൊലയ്ക്ക് കൊടുത്ത ഒരാളെന്നുള്ള ദുഷ്പേരുണ്ടായി. അങ്ങനെ ജീവിതം നഷ്ടപ്പെടുകയും ചെയ്തു. അതെ, ഒരു ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എടുക്കേണ്ട നിലപാടായിരുന്നില്ല അന്ന് എടുത്തത്. അതിൻ്റെ പ്രശ്നമാണ്. ഇത് രണ്ട് പക്ഷത്തും നമ്മുടെ രാഷ്ട്രീയ ഇമ്മച്ചറാവുന്നതിൻ്റെ പക്വതയില്ലാതാവുന്നതിൻ്റെ ഒരു സൂചനയുണ്ട്. CPM സംബന്ധിച്ചാണെങ്കിൽ CPM എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ അവർക്ക് നല്ലൊരു ക്യാമ്പയിൻ രീതിയുണ്ട്. അവർക്ക് ക്യാമ്പയിൻ മെറ്റീരിയലാണ്. അവർക്ക് അത് വളരെ ഫലപ്രദമായി പ്രചരിപ്പിക്കാൻ പറ്റും. ഏത് നുണയും അവർക്ക് സത്യമാണെന്നുള്ളതായിട്ട് പ്രചരിപ്പിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ MVRും K. സുധാകരനും ശക്തരായി നിന്ന കാലത്ത് കണ്ണൂരിൽ EP ജയരാജനെ വെടിവെച്ചു എന്ന് പറഞ്ഞ കേസ് വന്നു. EP ജയരാജന് ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് വെടിയേറ്റു. പിന്നെ അതിൻ്റെ പേരിൽ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടായി, കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. സുധാകരനെതിരെയും MVRനെതിരെയും കേസൊക്കെ വന്നു. കണ്ണൂരിൽ മുഴുവൻ സംഘർഷമായി. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ MVRനെയും സുധാകരനെയും ആക്രമിക്കാൻ വേണ്ടി നിരന്തരം CPMൻ്റെ ദേശാഭിമാനി പത്രത്തിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ EP ജയരാജൻ ഇപ്പോഴും കഴുത്തിന് വെടികൊണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ആളാണ്, കഴുത്തിൽ വെടിയുണ്ട പേറി ജീവിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ചു. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ K. സുധാകരൻ ഒരു വെല്ലുവിളി നടത്തി. നിങ്ങൾ അങ്ങനെ കഴുത്തിൽ വെടിയുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ട് ആ വെടിയുണ്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കണം. അത് ന്യായമായ വെല്ലുവിളിയാണ്. കാരണം ഒരാളുടെ കഴുത്തിൽ വെടിയുണ്ട ഉണ്ടെങ്കിൽ അത് അറിയണമല്ലോ. ഒരു വെടിയുണ്ടായാലും സ്കാൻ ചെയ്തെടുക്കാവുന്ന കാര്യമില്ല. കേരളത്തിൽ രാഷ്ട്രീയ പ്രശ്നമായി മാറുമ്പോൾ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും. അപ്പോൾ അത് സ്കാനിങ്ങിൽ തിരിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അത് പരിശോധിക്കണമെന്ന്. പക്ഷേ അതിനൊരു മറുപടി അന്ന് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ശശി ഒരു പത്രസമ്മേളനം നടത്തി. ഒരു പത്രസമ്മേളനത്തിലെ ഏറ്റവും ക്ലാസിക്കായ സംഭവമാണ്. പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് EP ജയരാജൻ്റെ കഴുത്തിൽ വെടിയുണ്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെടിയുണ്ടുണ്ടാക്കുന്നത് EM കൊണ്ടാണ്, ലോഹം EM ആണ്. ആ കഴുത്തിൽ വെടിയുണ്ടുള്ള സ്ഥലം ഒരു വലിയ രക്തം ഓടുന്ന, എപ്പോഴും രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഞരമ്പിൻ്റെ ഭാഗമായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ കുറേ കാലം ഇങ്ങനെ രക്തം ഓടി ആ EM അലിഞ്ഞുപോയി. ഈ ഞരമ്പെന്ന് രക്തം ഓടിയിട്ട് അതിനടുത്തുള്ള വെടിയുണ്ട അലിഞ്ഞുപോയി. വെടിയുണ്ടുണ്ടായിരുന്നു പക്ഷെ അത് അലിഞ്ഞുപോയി. ഇതാണ് P. ശശി അന്ന് കൊടുത്ത വിശദീകരണം. സഖാക്കല്ല അത് ബോധ്യമായിരുന്നു. പക്ഷേ ആ ഒരു വിശദീകരണം യുക്തിഭദ്രമല്ലാന്ന് എല്ലാ ഡോക്ടർമാർക്കും അറിയാം. മിനിമം ശരീരത്തെക്കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കറിയാം. പണ്ട് പെരുമൺ ദുരന്തത്തിൽ ഒരു വലിയ ടൊർണാഡോ വന്ന് പറഞ്ഞ പോലെയാണോ ട്രെയിൻ മറിഞ്ഞല്ലോ. അതെ, ടൊർണാഡോ. അപ്പോൾ EP ജയരാജൻ്റെ കഴുത്തിലെ വെടിയുണ്ട്. ഇപ്പോഴും EP ജയരാജൻ ജീവിച്ചിരിപ്പുണ്ട്. വെടിയുണ്ടോ ഇല്ലയോ എന്നുള്ള ഇപ്പോഴും ആർക്കും ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ പോലും വസ്തുതയായി കരുതുന്നവരാണ് കണ്ണൂരിലെ ഈ അന്ധവിശ്വാസികളായ CPMകാർ. അവരെ വളരെ എളുപ്പത്തിൽ ബോധ്യപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് MV ഗോവിന്ദ മാഷ് പറഞ്ഞത് വീണ ജോർജിൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ തിരിച്ചു, കഴുത്ത് ഞെക്കി കൊല്ലാൻ നോക്കി. ആ പോലീസുകാരായിരിക്കും ചെയ്തിട്ടുണ്ട്. കാരണം ഇവരെ ചുറ്റും പോലീസുകാർ മാത്രമേ ഉള്ളൂ. എനിക്കോട് ചിലപ്പോൾ ഇവർക്ക് കഴുത്തിന് പരിക്ക് പറ്റി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരില്ലെങ്കിലും, അതായത് പ്രതിഷേധക്കാരെ സ്ഥലത്തില്ലെങ്കിലും
മറ്റ് പോലീസുകാരും അതുപോലുള്ള ആളുകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബലം പിടിക്കുമ്പോൾ പോലീസുകാരുടെ കൈ തട്ടാം, സ്വാഭാവികമായ കാര്യങ്ങളാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടൊരു പോസ്റ്റില് അവർക്ക് കഴുത്തിൽ ബെൽറ്റ് ഇട്ടൊരു പോസ്റ്റ്, വേറെ നേരത്തെ ഒരു പോസ്റ്റ് അത് കണ്ടിരുന്നു. അത് ഇനിയിപ്പോൾ എയുടെ കാലമായതുകൊണ്ട് എ ആണോ നമുക്കറിയില്ല. പക്ഷെ ഒരുപക്ഷെ അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ. പക്ഷെ ഇതുപോലെ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക്, ഇവർ നേരെ കൊണ്ടുപോയി അടിച്ചിട്ടാണോ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പുകളൊന്നുമില്ല. ഒരു തെളിവുകളും അത് അല്ല. അതിൽ അവർ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി അവിടെ ഇരുന്നതിന് ശേഷമാണ് കഴുത്ത് വേദന വരുന്നത്. അതിനു മുമ്പാണ് ഒരു ഫോൺ കോൾ വരുന്നത്. പിന്നെ വേറെ രസകരമായ കാര്യം, ഇവരോട് മുഖ്യമന്ത്രിയെ വിളിക്കാൻ പറഞ്ഞ സ്പീക്കർ ഷംസീർ ഇത്രയും കടുത്ത കഴുത്തുവേദനയുള്ള ഈ മന്ത്രി അവിടെ ഇട്ടിട്ട് അയാൾ നേരെ വന്ദേമാതരം കയറി തിരുവനന്തപുരത്തേക്ക് പോയി. അത് അസ്വാഭാവികമാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഈ മന്ത്രിയെ ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ കൂടെ നിൽക്കേണ്ട ആളാണ്, സ്പീക്കറാണ്, കണ്ണൂരിലെ ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹം നേരെ ട്രെയിൻ പിടിച്ച് ഇതിലിപ്പോ ഇതിനുള്ള പ്രതികരണം അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിന്താ ജെറോമിന്റെ പങ്കെടുത്ത ആ ഒരു പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനത്തിലെ മുദ്രാവാക്യങ്ങൾ അസഹ്യമായ മുദ്രാവാക്യമാണ്. പിന്നീട് അവർ എന്താണ് അച്ഛനില്ല നേരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ആഭാസമായൊരു മുദ്രാവാക്യമാണ് അവർ വിളിച്ചത്. അവരെല്ലാം വിളിച്ച് അത് ആ പ്രകടനത്തിലുണ്ടായിരുന്നതാണ്. പിന്നീട് അവർ അത് ഒരുപക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല, എന്തായാലും വളരെ ആഭാസകരമായ മുദ്രാവാക്യമാണെന്ന് നടന്നത്. അത് ഒരു ഭാഗത്ത് നിർത്തുക. ഒരു രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടല്ല നാടകങ്ങൾ ഉണ്ടാകുന്നത്. രാഷ്ട്രീയത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നു, ആക്രമണങ്ങൾ നടക്കുന്നു, പോലീസ് ലാത്തിചാർജുകൾ നടക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ നടക്കാറുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തകർ അതിന് വിധേയരായ ധാരാളം രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അത് സത്യമാണ്. പോലീസ് എന്നും രാഷ്ട്രീയ പ്രവർത്തകർ, പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരോട് മോശമായിട്ടാണ് എല്ലായ്പ്പോഴും പെരുമാറിയിട്ടുള്ളത്. അത് സത്യമാണ്. ഒരു എന്താ പറയുക, സമരങ്ങളോട് എടുക്കുന്ന ഭരണകൂടത്തിൻ്റെ ഒരു നിലപാടാണ്. പക്ഷേ ചില സമരങ്ങളിലും കേരളത്തിലെ ആളുകൾ ഒരു നാടകമായി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ ആക്രമണം നടക്കുന്നു, എന്നാൽ ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് ഒരുപാട് പരിക്കേൽക്കുന്നു. ഈ പരിക്ക് പിന്നീട് സത്യമല്ലെന്ന് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് അതിനോട് ചേർന്ന് പോകുന്ന അങ്ങനെയുള്ള ഓർമ്മയിലുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഇതൊരു പബ്ലിസിറ്റി, മീഡിയ ക്രൈസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്കൊരു പബ്ലിസിറ്റി കിട്ടി. വീണ ജോർജിൻ്റെ പേരും പടമൊക്കെ വന്നു, മന്ത്രി എന്നുള്ളതിലേക്ക് വന്നു. അവർ നിലവിലെ ആരോഗ്യമന്ത്രികളൊക്കെ ഏറ്റവും പരാജയപ്പെട്ടൊരു മന്ത്രിയാണ്, വകുപ്പ് കൊളായി കിടക്കുകയാണ്. അതെല്ലാം പെട്ടെന്ന് മറയ്ക്കാൻ പറ്റുന്നുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ടത്, ഇവർ മുമ്പും ഇങ്ങനെ വൈകാരികമായിട്ട്, ഇപ്പം പത്തനംതിട്ടയിൽ നവീൻ ബാബു, കണ്ണൂരിൽ നിന്ന് കൊല്ലപ്പെട്ട നവീൻ ബാബു ആത്മഹത്യ എന്നാണ് CPM-കാർ പറയുന്നത്. കൊലപാതകമാണെന്ന് വളരെ കൃത്യമായിട്ട് അതിൻ്റെ സൂചനകൾ നോക്കി അറിയാം. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിയപ്പോൾ വീണ ജോർജ് മന്ത്രി അവിടെ എത്തിയിട്ട്, മന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജനും വളരെ ഇമോഷണലായിട്ട് ആ വിഷ്വലുകൾ കണ്ടറിയാം. അവർ വളരെ വൈകാരികമായിട്ട് ഒക്കെ നിലപാടെടുക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ കേസിന് എന്ത് സംഭവിച്ചു എന്ന് അവരാരും തിരിഞ്ഞു നോക്കിയില്ല. നവീൻ ബാബുവിൻ്റെ കേസിൽ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പരാതി പറഞ്ഞ പ്രശാന്തൻ എന്ന് പറഞ്ഞ ആൾ, ആ പരാതിയുടെ പേരിലാണ്, അങ്ങനെ ഒരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന VP ദിവ്യ പോയി പ്രസംഗിച്ചിട്ട് ഇയാളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. VP ദിവ്യ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ്. VP ദിവ്യ പ്രസംഗിക്കുന്നത് പ്രശാന്തൻ അഴിമതി ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൈക്കൂലി കൊടുക്കുന്നതും കുറ്റമാണ്, കൈക്കൂലി വാങ്ങുന്ന പോലെ തന്നെ കുറ്റമാണ് കൈക്കൂലി കൊടുക്കുന്നതും. പക്ഷേ പോലീസ് കൈക്കൂലി കൊടുത്തയാളെ ചോദ്യം ചെയ്തിട്ടില്ല, അയാളുടെ പേര് കേസെടുത്തിട്ടില്ല. ഈ വീണ ജോർജ് മന്ത്രിയും ഈ കെ രാജൻ മന്ത്രിയും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് നീതിപൂർവ്വമായുള്ള പെരുമാറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അവർ ഈ കേസിൻ്റെ ഒരു പരിശോധിക്കണ്ടേ? എന്താ പ്രശാന്തനെ ചോദ്യം ചെയ്യാത്തതെന്ന് ചോദിക്കണ്ടേ? അവരുടെ പേര് കേസെടുക്കാത്ത എന്താണെന്ന് അന്വേഷിക്കണ്ടേ? അവരുടെ ജില്ലയിലെ, വീണ ജോർജിൻ്റെ ജില്ലയിലെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവരുടെ ഇതിനകത്തൊക്കെ, ഇവർ ചെയ്യുന്നതിനകത്തൊക്കെ ഒരു നാടകത്തിൻ്റെ അംശമുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള. പണ്ട് കൃഷ്ണദാസിൻ്റെ ഒരു സംഭവം. അതെ NN കൃഷ്ണദാസ്, ശിവദാസ മേനോൻ്റെ അടക്കമുള്ളവർക്ക് ലാത്തിചാർജ് കിട്ടിയപ്പോൾ ശിവദാസ മേനോൻ്റെ ദേഹത്തുനിന്ന് വന്ന ചോര എടുത്ത് പുരട്ടിയിട്ട് മാഷേ എന്ന് പറഞ്ഞിട്ട് കരയുന്നൊരു വിഷയമുണ്ട്. ആ കോമിക് സംഗതിയായിരുന്നു. അന്ന് ഏഷ്യാനെറ്റിലൊക്കെ വലിയ കാര്യമായിട്ട് വന്നിരുന്നു. തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇങ്ങനെ ഇല്ലാതെയും രാഷ്ട്രീയം പറയാലേ. ഇതുപോലെ ആക്രമണങ്ങൾ ഇത് മാത്രമാവണമെന്നില്ലല്ലോ, വളരെ മാന്യമായി രാഷ്ട്രീയം പറയാം. രണ്ട് പക്ഷമാണ്, രണ്ട് വിയോജിപ്പുകൾ, രണ്ട് ആളുകളാണ്, രണ്ട് തരത്തിൽ സംസാരിക്കുന്നതും ചിന്തിക്കുന്നവരാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും വീഴ്ചകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ചകളൊക്കെ ഉണ്ട്. ശരിക്കും മാന്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയം പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ നാടകങ്ങളിലൂടെ മാത്രമേ
ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയൂ എന്ന് ഇവരും. ഇനി അതെല്ലാം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടുള്ള പെർഫോമൻസാണ് തെരഞ്ഞെടുപ്പിലേക്ക് വഴിയെന്ന് കോൺഗ്രസ്സുകാരും കരുതുന്ന രണ്ട് മുന്നണികളും അതിലൊരു രണ്ട് മുന്നണികൾ മാത്രമല്ല ബി ജെ പിക്ക് കാര്യത്തിൽ കുറവൊന്നുമില്ല. കാരണം ഇവരെ അതേ രീതിയിൽ പോകുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി. മാധ്യമങ്ങളിൽ തലക്കെട്ട് പിടിക്കുക, തൽക്കാലം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാന്നുള്ള രീതിയിലേക്കാണ് പൊളിറ്റിക്സിനെ അവർ മാറ്റുന്നത്. ഇത് ഗുണകരമല്ല. രാഷ്ട്രീയമായിട്ട് ഗൗരവമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് പരാജയമാണ്.